സന്ദീപ് വാര്യർ നമ്മോടൊപ്പം ചേരുകയാണ്. അല്പസമയം മുൻപ് ബിനോയ് വിശ്വത്തിൻ്റെതായ ഒരു പ്രതികരണം നമ്മൾ കണ്ടു. അങ്ങ് CPI നേതൃത്വമായി ചർച്ച നടത്തിയിരുന്നുവെന്ന്. അതിനെന്തെങ്കിലും സംഭവം ഉണ്ടായിരുന്നു? എനിക്കൊന്ന് 8-ാം തീയതിയാണെന്ന് തോന്നുന്നു. ഈ 24 ന്യൂസാണ് ഒരു വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്. സന്ദീപ് വാര്യർ CPI നേതൃത്വവുമായി ചർച്ച നടത്തി മണ്ണാർക്കാട് സീറ്റ് ഓഫർ ചെയ്തുകൊണ്ടൊരു വാർത്ത 24 പ്രസിദ്ധീകരിക്കുകയാണ്. ഒരു അടിസ്ഥാനമില്ലാത്ത വാർത്ത പ്രസിദ്ധീകരിച്ചു. എനിക്ക് തോന്നുന്നു രാവിലെ പല ആളുകളും വിളിച്ചിരുന്നു. എൻ്റെ ഫോണിൽ ധാരാളം കോളുകൾ വന്നിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 10-10:30 മണിയായപ്പോൾ സമയത്തോ മറ്റോ CPIയുടെ പാലക്കാട് അസിസ്റ്റൻറ്റ് സെക്രട്ടറി അദ്ദേഹം സുരേഷ് രാജ്, ജില്ലാ സെക്രട്ടറി, ഞാൻ നേരെ നേരിട്ട് കണ്ടിട്ടില്ല, എനിക്ക് പരിചയവുമില്ല. അപ്പം അവരാദ്യമായിട്ട് വിളിക്കണം. വാസ്തവത്തിൽ ഇത് പുറത്ത് പറയാൻ എൻ്റെ ഒരു മര്യാദ, അത് പറയാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ചിന്ത. പക്ഷേ അദ്ദേഹം ഇത് പറഞ്ഞ സ്ഥിതിക്ക് എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോഴാണ് വിളിക്കുന്നത്. അപ്പോൾ സുരേഷ് രാജ് വിളിച്ചിട്ട് ഇങ്ങനെ വാർത്ത വരുന്നുണ്ടല്ലോ, സന്ദീപിനെ എനിക്കിതുവരെ കാണാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് താങ്കളെ അറിയാം, എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല, ഞാൻ വാർത്ത വന്നതായിട്ട് അറിഞ്ഞു. അപ്പോൾ ആരെങ്കിലും ഞാൻ ഒരാളും എന്നിട്ട് ബന്ധപ്പെട്ടില്ല, സംസാരിച്ചിട്ടുമില്ല, ഞാനിങ്ങനെ സംസാരിച്ചിട്ടില്ല, എന്താ വാർത്തയുടെ അടിസ്ഥാനം എന്താണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, അപ്പോൾ നിങ്ങളൊക്കെ നമുക്ക് വലിയ കാര്യമാണ്, നിങ്ങൾക്ക് അങ്ങനെ വല്ല താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ പറയാൻ മടിക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നോക്കാം, നമുക്ക് എന്തായാലും ഞാൻ ഈ സമയത്ത് ഞാൻ അത്തരത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല, ഒരു ചർച്ചയും ആരും നടത്താൻ ആഗ്രഹിക്കുന്നുമില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിച്ചോളാം എന്ന് പറഞ്ഞ് സാമാന്യ മര്യാദയ്ക്ക് അത് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. പിന്നീട് കാണുന്നത് എൻ്റെ വാട്സപ്പിൽ ഞാൻ ഈ സേവ് ചെയ്യാത്ത നമ്പറിൽ നിന്ന് വരുന്ന കോളുകൾ സൈലൻ്റ് ആയിരിക്കും. കുറേ കോളുകൾ 3-4 കോളുകൾ വന്ന് കിടക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് അതിൽ ഈ വാട്സപ്പിൽ ബിനോയ് വിശ്വം എന്നുണ്ട്. പിന്നെ ഒരു മെസ്സേജുണ്ട്, ഞാൻ ഇംഗ്ലീഷിൽ ബിനോയ് വിശ്വം എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജും ഉണ്ടായിരുന്നു, ഒന്ന് വിളിക്കണം എന്ന് പറഞ്ഞിട്ട്. സ്വാഭാവികമായിട്ടും വലിയ സീനിയർ നേതാവാണല്ലോ, നമ്മളെല്ലാ പാർട്ടിയിൽപ്പെട്ട സീനിയർ നേതാക്കന്മാരും വിളിക്കുന്ന സമയത്ത് ബഹുമാനിക്കും. സാർ ഞാൻ തിരിച്ച് വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് മെസ്സേജ് അയച്ചു. അതെല്ലാം എൻ്റെ വാട്സപ്പ് കിടക്കുന്നുണ്ട്. ഞാൻ വിളിച്ചു എന്നാണ് ഓർമ്മ. അതിനുശേഷം പിന്നെ അദ്ദേഹം ഇങ്ങോട്ട് വിളിക്കുക മറ്റേ ചെയ്തു. വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ വാർത്ത കണ്ടു, അപ്പോൾ സന്ദീപിനെ ഒന്ന് വിളിച്ചാണ്, ഞങ്ങൾക്ക് സന്ദീപിനെ വലിയ ഇഷ്ടമാണ്. അദ്ദേഹം പറഞ്ഞ വാക്ക് തരുന്നു, സ്വച്ഛന്തമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങേക്ക് CPIയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഞാൻ ഒന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല, ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പോൾ അങ്ങനെ ഒരു ചിന്തയില്ല, എന്തായാലും അങ്ങേപ്പോലെ ഒരു സീനിയർ നേതാവ് വിളിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്, ഞാൻ എന്തെങ്കിലും എൻ്റെ മനസ്സിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അങ്ങയുമായി ബന്ധപ്പെട്ടോളാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വളരെ എന്താ പറയുക, ഒരു 2-3 മിനിറ്റ് നീളുന്ന ആ കോളുകൾക്കപ്പുറം ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഞാൻ ബിനോയ് വിശ്വത്തെ ഏറെ ബഹുമാനിക്കുന്നൊരു നേതാവാണ്. അദ്ദേഹം ഈ ചർച്ച എന്ന് ഉദ്ദേശിച്ചത്, അദ്ദേഹം ഈ ഫോണിൽ വിളിച്ച് എന്നെ സ്വാഗതം ചെയ്ത് തന്നെയാണോ ചർച്ച എന്ന് ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. ഞാൻ അപ്പോൾ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞത്, അങ്ങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങേ ബന്ധപ്പെട്ടോളാം. അതെൻ്റെ വാട്സപ്പിൽ ഞാൻ അയച്ച മെസ്സേജുകളും ഒക്കെ അതിന് സാക്ഷിയാണ്. ഞാൻ അതൊന്നും പുറത്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്, അതൊക്കെ സ്വാഭാവികമായിട്ടൊരു പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് പല ആളുകളും വിളിക്കുമല്ലോ. ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞത് എന്നെ പലരും വിളിച്ചിട്ടുണ്ട്, ഞാൻ അഡ്മിറ്റ് ചെയ്ത കാര്യം. അവരെന്നും പേര് ഞാൻ പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് സ്വാഭാവികമായിട്ടും ഒരു അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സംസാരങ്ങളാണ്. അതിലപ്പുറം അദ്ദേഹം ഇപ്പോൾ ഇത് വന്ന് പറയേണ്ട സാഹചര്യം എന്താ? ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഉണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ, ഏത് സ്ഥലത്ത് വെച്ച് ചർച്ച നടത്തി, ആരുമായി ചർച്ച നടത്തി, എപ്പോൾ ചർച്ച നടത്തി. ഈ ഫോൺ കോളുകളിലപ്പുറം ഒരു CPI അദ്ദേഹം പറഞ്ഞു വെച്ചത് ഞാൻ നിർത്തിയോട്ടെ, ഒന്നും ആഗ്രഹിക്കാതെ വരികയാണെങ്കിൽ സ്വാഗതം, ഞങ്ങളുടെ കയ്യിൽ തരാൻ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ ഒരു സംസാരം നടന്നിരുന്നു. അദ്ദേഹം പറഞ്ഞ ഈ വാക്ക്, അദ്ദേഹം പ്രയോഗിച്ച വാക്ക് ഇതാണ്. ആ മലയാളത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രയോഗമാണ് എന്നെ അത് ഓർമ്മിച്ച് വയ്ക്കാൻ. സ്വച്ഛന്തമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ CPIയിലേക്ക് സ്വാഗതം എന്നാണ് പറഞ്ഞത്. മറ്റെന്തെങ്കിലും അദ്ദേഹം പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഈ വാക്ക് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, കാരണം മലയാളത്തിൽ വളരെ റെയറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമായിരുന്നതുകൊണ്ട് അതെൻ്റെ തവണ വിളിച്ചിരുന്നു. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. അദ്ദേഹം വിളിച്ചപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇപ്പം നോക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മ കിട്ടാതെ കോൾ ഒരു തവണയോ മറ്റോ അദ്ദേഹം സംസാരിച്ചു, ഫോൺ സംസാരിച്ചു. CPI നേതാക്കളായിരുന്നു സുരേഷ് രാജു, ബിനോയ് വിശ്വം വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോൺ വിളിക്കപ്പുറം ഒന്നുമില്ല. അത് ഞാൻ നിങ്ങളോട് നേരത്തെ അഡ്മിറ്റ് ചെയ്തുള്ള കാര്യമാണല്ലോ. പല രാഷ്ട്രീയ നേതാക്കളും വിളിച്ചിട്ടുണ്ട്, ഇവർ മാത്രമല്ല, പലരും വിളിച്ചിട്ടുണ്ട്, പല പാർട്ടിക്കാരും വിളിച്ചിട്ടുണ്ട്. അത് ഞാൻ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതിലപ്പുറം ഇത് അതിനെ ഒരു ചർച്ചയായിട്ടാണ് CPI വ്യാഖ്യാനിക്കുന്നതെങ്കിൽ ആ ചർച്ചയിൽ തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മനസ്സിൽ ഇപ്പോൾ അത്ര ഒരു താല്പര്യം. സന്ദീപിനെ കിട്ടാത്തതുകൊണ്ട് ആയിരിക്കുമോ തുറന്നു പറഞ്ഞിട്ടുണ്ടാവുക? സന്ദീപിന് സ്വച്ഛന്തമായ രാഷ്ട്രീയം ആഗ്രഹിക്കാതെ മറ്റു ചേരിയിലേക്ക് മറ്റു ഓഫറുകൾ തേടി പോയെന്ന് അങ്ങനെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവും അദ്ദേഹം? എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഈ CPIയുടെ നേതൃത്വന്മാർ പൊതുവേ ഞാൻ വിചാരിച്ചിരുന്ന ഒരു വളരെ മാന്യമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ വിഷയം ആര് വിളിച്ചു എന്ന് പോലും പുറത്ത് പറയാതിരുന്നത് എൻ്റെ മര്യാദ കൊണ്ടാണ്. പക്ഷേ അദ്ദേഹത്തെ പോലൊരു സീനിയർ നേതാവ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്, ഒന്നുകിൽ അതിൽ പൂർണ്ണമായിട്ടും ഒരു സത്യസന്ധത ഉണ്ടായിരിക്കണം. അദ്ദേഹത്തെ പോലൊരു നേതാവ് പറയുന്ന സമയത്ത്
ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ജീവിതത്തിലേക്ക് നേരിട്ട് ഞാൻ വലിയൊരു കണ്ടത് എനിക്കൊന്ന് 2-3 മണിക്കൂർ നേരത്തെ സംസാരം കൊണ്ട് എനിക്ക് വലുതായിട്ടൊരു അടുപ്പം തോന്നിയ CPI നേതാവ് പന്ന്യൻ രവീന്ദ്രനായിരുന്നു. അതൊരു ദീർഘമായിട്ടുള്ള ട്രെയിൻ യാത്രയ്ക്കിടെ ഭാരതീയ തത്വചിന്തയെക്കുറിച്ചും ആശയങ്ങളെക്കുറിച്ചും ഒക്കെ അദ്ദേഹം നല്ല അറിവുള്ളയാളാണ്. അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് അദ്ദേഹത്തോടൊരു ആദരവ് തോന്നി. അപ്പോൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ച സമയത്ത് ഞാൻ കമ്മ്യൂണിസത്തെക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിച്ചു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തെക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിച്ചു, എൻ്റെ എന്നിലുള്ള കാര്യങ്ങൾ, എനിക്കറിയുന്ന കാര്യങ്ങളെക്കുറിച്ച്. ആയിരിക്കും പെട്ടെന്ന് വിളിക്കാൻ കാരണം അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരിക്കലും ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല. ചർച്ചയുണ്ടായി എന്ന് പറയുന്നത് ശരി, ഇതിനെ ചർച്ചയായിട്ട് വ്യാഖ്യാനിക്കാമെങ്കിൽ അത് വളരെ ദൗർഭാഗ്യകരമാണ്. അങ്ങനെ ഉണ്ടായിട്ടില്ല. എനിക്ക് അദ്ദേഹത്തോട് എല്ലാ റെസ്പെക്റ്റും ഉണ്ട്. പക്ഷേ ഞാനൊരു വളർന്നു വരുന്ന ചെറുപ്പക്കാരൻ രാഷ്ട്രീയക്കാരനാണ്. അപ്പോൾ അദ്ദേഹം കുറച്ചുകൂടി ആ കാര്യത്തിൽ കുറച്ചുകൂടി ഞാൻ മെച്യൂരിറ്റി എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല, അദ്ദേഹം ചർച്ച നടത്തിയെന്ന് പറയുമ്പോൾ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം പറയണം. എൻ്റെ കയ്യിൽ ഇപ്പോഴും അദ്ദേഹം അയച്ച വാട്സപ്പ് മെസ്സേജ് ഉണ്ട്, അദ്ദേഹം വിളിച്ച ഫോൺ കോളിൻ്റെ ഡീറ്റെയിൽസും ഉണ്ട്. അതിനപ്പുറം എവിടെ ഇങ്ങോട്ട് സമീപിക്കുകയായിരുന്നു അല്ലേ? ഇങ്ങോട്ടാണ് CPI സമീപിച്ചത്. ഞാൻ ഒരിക്കലും CPIയുടെ ഒരു നേതാവിനെ അങ്ങോട്ട് വിളിച്ചിട്ടില്ല, ഒരു നേതാവിനെ ഞാൻ പോയി കണ്ടിട്ടില്ല, അവരെന്നെയും വന്ന് കണ്ടിട്ടില്ല. ഫോണിൽ 2 കോളുകൾ, അതിലപ്പുറം ഒന്നുമില്ല. അതിനെ ചർച്ച നടത്തിയതേ വ്യാഖ്യാനിക്കെങ്കിൽ എത്രയോ പാർട്ടിക്കാർ ഇതുപോലെ വിളിച്ചിട്ടുണ്ട്. ശരി, തീർച്ചയായും സന്ദീപ് വാര്യർക്ക് പറയാനുള്ളതാണ്. ചർച്ച നടത്തിയിട്ടില്ല, CPI നേതൃത്വം ഇങ്ങോട്ടാണ് ആവശ്യപ്പെട്ടത്, അത് ചർച്ചയായി വ്യാഖ്യാനിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അനന്തു ബി നായർക്കൊപ്പം ശ്രീകുമാരൻ, ടീം 24 പാലക്കാട്.